പുലർച്ചെ തന്നെ ഒരു യാത്രയ്ക്കിറങ്ങുകയാണ്. ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ സംഭവമൊന്നുമല്ലെങ്കിലും ഞങ്ങൾക്കിതൊരു കുഞ്ഞു സംഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രഘുസാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഗവൺമെൻറ് പോളിടെക്നിക്കിൽ വണ്ടിപ്പെരിയാർ വെച്ചിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ട്, എത്തണം എന്ന്. നക്ഷത്രമോളെയും കൂട്ടണമെന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ തന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. വെളുപ്പിനെ തന്നെ ഇറങ്ങി. അവിടെ ഒരു 10:30 11 മണിയാകുമ്പോഴത്തേക്കാണ് ചെല്ലേണ്ടത്. എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇന്ന് എന്തുകൊണ്ടോ മഴ മാറി നിൽക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഭീകരം മഴ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മണ്ണിടിച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കടന്നുപോയ ദിവസങ്ങളായിരുന്നു. എന്തായാലും ഇന്ന് അല്പം മഴയൊന്ന് കുറഞ്ഞ് ചെറിയ വെയിൽ, ഇളം വെയിലൊക്കെ അടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്നാലും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂക്കറത്താം വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വളവിന് മൂക്കറത്താം വളവെന്ന് പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും. കുറേ നാളായിട്ട് അന്വേഷിക്കുന്നു ആ കഥ. പക്ഷേ ഇവിടെ ആർക്കും അറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. എന്തായാലും രസമുള്ളൊരു പേരല്ലേ. ഇതുപോലെ രസകരമായ പല പേരുകളും ഇവിടെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കടന്ന് വന്ന വഴിയിൽ മത്തായിക്കൊക്ക ഉണ്ടായിരുന്നു. പലർക്കും ഇതുവഴി ടൂറൊക്കെ പോകാൻ വരുന്നവർക്കൊക്കെ അറിയുന്ന ഒരു ഏരിയ ആണത്. അത് മത്തായി ഇങ്ങനെ അന്ന് മൺവഴിയായിരുന്നു. അപ്പോൾ മത്തായി എന്ന് പറഞ്ഞ ഒരാൾ കാളവണ്ടിയിൽ വരുന്ന സമയത്ത് പുലിയെ കണ്ട് പേടിച്ച് കൊക്കയിലേക്ക് മറിഞ്ഞ് കാളയും വണ്ടിയും മത്തായിയും എല്ലാവരും കൂടെ വീണ് അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാവുകയും അങ്ങനെ ആണ് ആ സ്ഥലത്തിന് മത്തായിക്കൊക്ക എന്ന പേര് വന്നതെന്നാണ് ആ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയാണോന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. പലരും പല രീതിയിൽ കഥകൾ പറയുന്നുണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന പ്രദേശം പട്ടുമലയാണ്. പട്ടുമല മാതാവിൻ്റെ പള്ളി, വേളാങ്കണ്ണിയുടെ, അതായത് കേരളത്തിലെ വേളാങ്കണ്ണി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. വേളാങ്കണ്ണി മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതും അങ്ങനെയും ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ളൊരു പാവപ്പെട്ട പെൺകുട്ടി ആ വഴി ഇങ്ങനെ കടന്നു പോയപ്പോൾ സന്ധ്യാസമയത്ത് മാതാവിനെ അവിടെ കണ്ടുവെന്നും അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ ഒരു മാതാവിന് വേണ്ടിയിട്ടുള്ള ഗ്രോട്ടോ പോലെയായിരുന്നു ആദ്യം. അതിനുശേഷമാണ് പള്ളിയൊക്കെ പണിതത്. ഇപ്പോൾ അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നിലകൊള്ളുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണത്. ഇത് നമ്മുടെ AVTയുടെ ഫാക്ടറിയാണ്. ഫാക്ടറിയും എസ്റ്റേറ്റും എല്ലാം കൂടിയുള്ള ഒരു ഏരിയയാണ്. കരടികുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ മലയാളത്തിൽ കരടിക്കുഴി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് വളരെ മനോഹരമാണ് കേട്ടോ. ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ തേയിലയൊക്കെ നട്ടിരിക്കുന്നത് കാണാനും ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമാണ്. നമ്മൾ ഈ ഏലപ്പാറയിലോട്ടൊക്കെ പോകുന്ന വീഡിയോസൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ട് കാണും. അപ്പോൾ അവിടെ തേയില നട്ടിരിക്കുന്ന ഒരു രീതിയിലല്ല ഈ ഏരിയയിലേക്ക് വരുമ്പം തേയില നട്ടിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത ലൈനായിട്ട് ഓരോ മലയും ചുറ്റി ചുറ്റി വരുന്ന രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഇവിടെ ആ തേയില നട്ടിരിക്കുന്ന ആ ഒരു രീതി തന്നെ. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയും വളരെ രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഇങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ. ഇളം വെയിലും കൂടെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, ആ നിഴലും വെളിച്ചവും കൂടെ ചേർന്ന് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ചിത്രം വരച്ച രീതിയിലുള്ള ആ ഒരു ഭംഗിയും, അതേപോലെ ആ നീലാകാശവും വെളുത്ത മേഘവും പച്ച പുതച്ച മലനിരകളും എല്ലാം കൂടി ആകെ കൂടി നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള എന്താ പറയുക, വല്ലാത്തൊരു സൗന്ദര്യമാണ് പ്രകൃതിക്ക്. അത് ഈ പുലർച്ചെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ആ വെയിൽ വീഴുന്ന സമയത്തുള്ള ഒരു യാത്രയാകുമ്പോൾ അത് അതിമനോഹരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര, വർണ്ണിക്കാനാവാത്തത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അത് ഇവിടുത്തെ കാലാവസ്ഥയും കൂടെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നും. അതുപോലെ ഇവിടുത്തെ മലമുകളിൽ മലഞ്ചെരുവുകളിലൊക്കെയാണ് കേട്ടോ വീടുകളൊക്കെ. നമുക്ക് പേടി തോന്നും അതിരിക്കുന്ന കണ്ട. വലിയൊരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയപ്പാടായിരിക്കും അവിടെയൊക്കെ എങ്ങനെ ആളുകൾ ജീവിക്കുന്നു എന്നുള്ളത്. ഇവിടെയുള്ള എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. ഒന്നെങ്കിൽ ഏറ്റവും മലയുടെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ മലയുടെ താഴ്വാരത്തായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന വഴി നിറച്ചും സ്പതോഡിയ മരങ്ങളാണ്, ആഴാന്തൽ എന്ന് പറയുന്ന മരങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൂവൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൂക്കാലം ആവുന്ന സമയത്ത് ഇവിടെ ഫുള്ളിങ്ങനെ റെഡ്, ഇങ്ങനെ തീനാളം പോലെയുള്ള പൂക്കൾ മരങ്ങളിലെല്ലാം നിറയെ ഉണ്ടാവും. അതൊരു പ്രത്യേക ഭംഗി തന്നെ. ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള ഭംഗിയാണ് ഈ ഒരു പ്രദേശത്തിന്. അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റോഡിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറാവുന്ന രീതിയിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ
നിൽക്കുമ്പോൾ അവിടെ നമുക്ക് വണ്ടി നിർത്തി വേണമെങ്കിൽ ഇറങ്ങി അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു രസകരമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. പിന്നെ ഫാക്ടറികളൊക്കെ ഒരുപാടുണ്ട്. ടീ ഫാക്ടറി എസ്റ്റേറ്റുകളും ഒക്കെ ഒരുപാടുണ്ട്. ടീ ഫാക്ടറി വിസിറ്റിനൊക്കെ വരുന്നവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഫാക്ടറി ഏരിയാസും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ, പട്ടുമല ആ ഭാഗമൊക്കെ കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നവർക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. മാത്രമല്ല നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത, എത്ര വർണ്ണിച്ചാലും മതി വരാത്തത്ര തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യം. ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ്, എത്രയോ ഡെയിലി ഈ വഴികളിലൂടെ പോകുന്നതാണ്. എങ്കിൽ പോലും എനിക്കെന്നും ഓരോ ദിവസവും പുതുമയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുന്നതായിട്ട് തോന്നും. ഓരോ ദിവസത്തെയും ആകാശം വ്യത്യസ്തമാണ്, ഓരോ ദിവസത്തെയും കാലാവസ്ഥ വ്യത്യസ്തമാണ്, ഓരോ ദിവസത്തെയും പൂക്കളും ചെടികളും ഒക്കെ വ്യത്യസ്തമാണ്. അതപ്പോൾ നമുക്കത് മടുപ്പ് തോന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ ടൗൺ കഴിഞ്ഞിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ്. കാരണം ആ ഒരു നദീതീരത്തോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു റോഡൊക്കെ കുറച്ച് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. പെരിയാർ ടൗൺ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും 62-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പോളിടെക്നിക് കോളേജ് ഉള്ളത്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്. അവിടെ ഇപ്പം ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ, ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്, അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിപ്പെരിയാറിലുള്ളൊരു ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും വിസിറ്റിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്, ഫാക്ടറി വിസിറ്റിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുവഴി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. പല ഫാക്ടറീസിലും വീഡിയോ അനുവദിക്കില്ല, ഫോട്ടോസൊന്നും എടുക്കാനും അകത്തേറി വീഡിയോ എടുക്കാനും ഒന്നും സമ്മതിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രത്യേക അനുമതി ചോദിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമ്മൾ ഈ ഓരോ തിരക്കുകളിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് അതിനൊന്നും സാധിക്കാതെ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. അപ്പോൾ തേയില എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നും അതെങ്ങനെയാണ് തേയിലയായിട്ട് ഇലകൾ എങ്ങനെ കൊണ്ടുവരുന്നു ഫാക്ടറിയിലേക്ക്, അതെങ്ങനെ തേയിലയായിട്ട് നമുക്ക് കിട്ടുന്നു, പാക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം തന്നെ ഓരോ ചെറിയ വഴികളിലൂടെ പോകുമ്പോഴും കുഞ്ഞു കുഞ്ഞു യാത്രകളിലും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെയാണ്, ഫാമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വളവ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോളിടെക്നിക് കോളേജിലേക്ക് എത്താൻ പറ്റും. ഇതൊരു മലയുടെ മുകളിലാണ് കേട്ടോ, വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കോളേജ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നല്ല കയറ്റമാണ്, കയറി പോകണം. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വഴി, എന്നാലും വലിയ കുഴപ്പമില്ല. ഇത് മെയിൻ റോഡാണ് കേട്ടോ, NH-ലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. വീതി ഇത്രയൊക്കെ ഉള്ളൂന്നേ ഉള്ളൂ, അത് ഈ പ്രദേശത്ത് അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് കോളേജിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മല കയറാൻ പോവുകയാണ്. നടന്നു വരുന്ന കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങ് വരെ രാവിലെ തന്നെ നല്ല എക്സസൈസുമാണ് കേട്ടോ മുകളിലേക്ക് കയറുന്നത്. വേറെ അവർക്ക് വ്യായാമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും എനർജി കിട്ടും ഈ മലമുകളിൽ അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ക്യാമ്പസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ആണെങ്കിലും ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ആ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ അവിടെ ചെന്നെത്തുമ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചയും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മറ്റ് ക്യാമ്പസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഉള്ള സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമ്പസിനുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ചിലവഴിച്ചു. വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു, അതിലെ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നക്ഷത്ര കുഞ്ഞ് ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ അവൾ എൻജോയ് ചെയ്തു. അതിലെ കൂടെയൊക്കെ ഓടിച്ചാടി പാഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം തന്നെ നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പോയി അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ദാണ്ട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാർ എന്നുള്ള I love GPC വണ്ടിപ്പെരിയാർ എന്നുള്ള ഒരു ഇതൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ തന്നെ കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പല എക്സിബിഷൻസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തതുമൊക്കെ. പിന്നെ ഈ മതിലിലൊക്കെ പെയിൻറ്റ് ചെയ്തതും അത് വരച്ചതും എഴുതിയതും ഒക്കെ കുട്ടികൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ
ക്യാമ്പസ് അതിമനോഹരമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, സാറ് വരാൻ താമസിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരകളും വരികളും ഒക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അവിടെ നിന്ന് നമുക്ക് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് ഞാനും നക്ഷത്രക്കുഞ്ഞും കൂടി ഇങ്ങനെ ഒന്ന് നടക്കുവാണേ. നല്ല രസമായിരുന്നു. ഇവിടെ അങ്ങ് ദൂരെ മലനിരകൾ വരെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് മഴ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ മലയിറങ്ങി വരുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയ വണ്ടിപ്പെരിയാറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രാന്തപ്രദേശങ്ങളും ഉൾനാടുകളും ഒക്കെ മലനിരകളിലെ വീടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സെഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നു, കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു, നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ സംസാരിക്കുന്നതിലും അധികം അവർ നക്ഷത്രക്കുഞ്ഞിനോടാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത്. നക്ഷത്രക്കുഞ്ഞ് അവളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവളുടെ സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളോടാണെങ്കിലും അവരോട് സംസാരിക്കുന്നത് അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഒരുപാട് അഭിമാനം തോന്നിയ കാര്യം തന്നെയായിരുന്നു. അങ്ങനെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഡേ കഴിഞ്ഞു പോയി. വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ.